ഉല്ലാല ഓംകാരേശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയത് ഈ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കണ്ണാടിയിലെ ഓംകാരമാണ്. ദൈവാരാധനയ്ക്ക് വിഗ്രഹങ്ങളുടെ ആവശ്യമില്ലെന്നും നാം നമ്മിലേക്ക് തന്നെ തിരിയുകയാണ് വേണ്ടതെന്നുമുള്ള തത്വമസിയുടെ ഒരു വിശദീകരണം തന്നെയാണ് ഈ കണ്ണാടി പ്രതലമാക്കി ഓം എന്ന പ്രണവ മന്ത്ര പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ കാണിച്ചു തന്നത്. പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ഒരു നിലവിളക്കും കത്തിച്ചു. അന്ന് ജ്വലിപ്പിച്ച ഈ ദീപം കെടാവിളക്കായി ഇപ്പോഴും സൂക്ഷിച്ചു പോരുന്നു. 1102 മിഥുനം 11 ക്ഷേത്രപ്രതിഷ്ഠ നടത്തുമെന്നും പരിസര പ്രദേശങ്ങളിൽ എല്ലാം അറിയിച്ചു. പ്രതിഷ്ഠയും ഗുരുദേവനെയും കാണുവാനായി ആയിരക്കണക്കിന് ജനങ്ങൾ ഉല്ലാല ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിരുന്നു. പ്രതിഷ്ഠയ്ക്കായി ശ്രീകോവിൽ പണിക്കാരനെ വിളിപ്പിച്ച് കണ്ണാടി പ്രതിഷ്ഠിക്കുന്നതിനുള്ള പ്ലാവിൻ തടി കൊണ്ടുള്ള ഫ്രെയിം നിർമ്മിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമായ അളവുകൾ നൽകിയിരുന്നു. ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ഗുരുദേവ ഭക്തനായ എസ്.കെ. വൈദ്യരെ കൊണ്ട് ഓം എന്ന് എഴുതാനായി കണ്ണാടിയിലെ രസം ചുരണ്ടി കൊണ്ടുവരാനും നിർദ്ദേശിച്ചു. രസം ചുരണ്ടിയ ഭാഗത്ത് ഗുരുദേവൻ തന്നെ അരച്ച ചന്ദനം പുരട്ടി ക്ഷേത്രത്തിനകത്ത് പീഠത്തിന് സമീപം വെച്ച് സമീപ പ്രദേശമായ മുല്ലേപ്പറമ്പിൽ നടക്കുന്ന ഒരു യോഗത്തിലേക്ക് ഗുരുദേവൻ പോവുകയും ചെയ്തു. മുല്ലേപ്പറമ്പിലെ യോഗത്തിൽ സംസാരിക്കുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതേസമയം ഉല്ലാലയിലെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കായി ക്ഷേത്ര പരിസരത്ത് കാത്തു നിന്നിരുന്ന ജനങ്ങളും പ്രവർത്തകരും ഗുരുദേവനെ കാണാത്തതിൽ വ്യാകുലപ്പെടുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞ് മണിനാദത്തോടെ ഇറങ്ങി വരുന്ന ഗുരുദേവനെയാണ് അവർ കണ്ടത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു.